തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇരു മുന്നണികളും അല്ലെങ്കിൽ വ്യത്യസ്ത മുന്നണികൾ, വ്യത്യസ്ത സ്ഥാനാർത്ഥികൾ അവരുടെ വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ആ വികസന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും വിവേകത്തോടു കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനും കഴിയുന്ന പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് തൃത്താലയിലുള്ളത്. ഇപ്പൊ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും, ഇപ്പം താരതമ്യത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് തൃത്താലയിൽ കോളേജ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉദ്ഘാടന പ്രഹസനം നടത്തുകയായിരുന്നില്ല. ആ കോളേജ് തുടങ്ങി, അതിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം നേടി, അതിന് UGCയുടെ അംഗീകാരം നേടി, അവിടെ കോഴ്സുകൾ അംഗീകാരം നേടി, അവിടുത്തെ അനുവദിച്ച വർഷം തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചു, 2ാമത്തെ വർഷം പൂർത്തീകരിച്ചു, 3ാമത്തെ വർഷം പൂർത്തീകരിച്ചു, 5 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ബാച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷത്തിനകത്ത് ഒരു കോളേജ് ആരംഭിച്ച് അവിടുത്തെ ആദ്യത്തെ ബാച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് വരും എന്ന് പറഞ്ഞുകൊണ്ട് 5 വർഷം തള്ളി നീക്കി. എന്നിട്ട് അവസാനം ഇലക്ഷൻ നോട്ടിഫിക്കേഷന്റെ 3 ദിവസം മുമ്പ് നഴ്സിംഗ് കോളേജിന്റെ ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തുകയാണ്. ആ നഴ്സിംഗ് കോളേജ് എവിടെയാണ്? ആ നഴ്സിംഗ് കോളേജിന് സ്ഥലമുണ്ടോ? കെട്ടിടമുണ്ടോ? അതിന് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ? അവിടേക്ക് അഡ്മിഷൻ നടത്തിയിട്ടുണ്ടോ? അവിടെ എന്നാണ് ക്ലാസ് തുടങ്ങുക? അവിടെ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടോ? ഏത് ആശുപത്രിയുമായിട്ടാണ് അത് ടൈ അപ്പ് ചെയ്തിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒന്നും വ്യക്തതയില്ല. അപ്പൊ ഇതാണ് താരതമ്യം. VT ബലറാമിന്റെ കാലത്ത് വന്ന തൃത്താല കോളേജ് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, അത് കുട്ടികൾക്ക് പഠിച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചു. ഇവിടെ നഴ്സിംഗ് കോളേജ് പ്രഖ്യാപനം മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വികസന നേട്ടം എടുത്തു നോക്കുമ്പോഴും വികസന രംഗത്ത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ അവകാശവാദത്തെയും വസ്തുതകൾ സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് ജനങ്ങളുമായിട്ട് വിശദീകരിക്കും. അങ്ങനത്തൊരു നിർദ്ദേശം വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷൻ കൺവെൻഷനിൽ പല വീരവാദങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണോ അത് അദ്ദേഹം അല്ലല്ലോ ക്ഷണിക്കേണ്ടത്. ആ നിലയിലുള്ള ഒരു ജനാധിപത്യ സംവാദം ഒന്നും കഴിഞ്ഞ 5 വർഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നില്ലല്ലോ. ഏകപക്ഷീയമായി അങ്ങേയറ്റത്തെ ഒരു ധാർഷ്ട്യത്തോടെയും ഒക്കെ മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചോളാം.